നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് നിലവിലത്തെ ഇത്രയും പ്രസിദ്ധമായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് അറിയില്ല. അത് സ്ത്രീകൾ സുരക്ഷിതയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. കാരണം പൂർണ്ണമായിട്ടും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ടില്ല. ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. കാരണം പൂർണ്ണമായിട്ടും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് നമുക്ക് ഇവിടെ പറയാനായിട്ടില്ല. ഈ ഡ്രസ്സിങ് ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ മുടി ഹെയർ കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ വന്ന് ചോദിച്ചിട്ട് പിന്നെ അവരെ കാണുമ്പോൾ മുടി ബോബ് ചെയ്തിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സർക്കാരുടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നത് ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇതാണോ പെണോന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ വിഷയാകും. ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ട്, ഒരുപാട് തളർന്നു പോയിട്ടുണ്ട്, തളർത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ പിന്നീട് അങ്ങോട്ട് അത്രയധികം മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് കമൻറ്റുകളൊക്കെ വരാറുള്ളത്. ഇരയേക്കാൾ വേട്ടക്കാരന് പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് KSU ജനറൽ സെക്രട്ടറി മിവ ജോളിയാണ്. നമസ്കാരം. നമസ്കാരം. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിവയുടെ ഫാമിലി ഒരു ഇടതുപക്ഷ അനുഭവമുള്ള ഒരു ഫാമിലിയാണ്. അപ്പം എങ്ങനെയാണ് മിവ കോൺഗ്രസ് എന്ന പാർട്ടിയിലേക്കും അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുന്നത്? തീർച്ചയായും CPM അനുഭവ ഫാമിലിയിൽ നിന്നാണ് വരുന്നതെങ്കിലും ജനിച്ച് വളർന്ന് ഒരു ഓർമ്മ വെച്ച കാലം ഒക്കെ ഒരുപാട് DYFI CPM പരിപാടികളും പ്രോഗ്രാംസിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും അതുപോലെ വളർന്ന കഴിഞ്ഞപ്പോഴും അതിനോടൊന്നും തോന്നാത്ത ഒരു അട്രാക്ഷൻ കോൺഗ്രസ് പാർട്ടിയോട് തോന്നിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ കോൺഗ്രസിൻ്റെതായിട്ടുള്ള നാട്ടിൽ തന്നെയുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ CPM അനുഭവം ഉണ്ടെങ്കിലും ഒരുപാട് പ്രവർത്തനങ്ങളൊന്നും ഇല്ലെങ്കിലും അവരുടെ അനുഭവത്തിലും അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും എനിക്ക് ഒരു തരത്തിലും ഒരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. അതൊരു പക്ഷേ അവരുടെ ആശയങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാകാം. കൂടുതലും ക്യാമ്പസിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എനിക്കിഷ്ടമുള്ള എൻ്റെ പാർട്ടി, എന്നെ ആകർഷിച്ച എൻ്റെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള KSUവിൽ പ്രവർത്തിക്കണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും SFI അനുകൂലികളായിട്ടുള്ള ഒരു ക്യാമ്പസിൽ, വിരലിലെണ്ണാവുന്ന KSUക്കാർ ഉള്ള ഒരു ക്യാമ്പസിൽ അവിടെ KSUവിനെ വളർത്തണം, KSU എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന് ആഗ്രഹമുണ്ടായതും അത് സാധ്യമാക്കിയതും. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഒരു KSUക്കാരിയായിട്ട് വന്നത്. ഇപ്പോൾ ചോദ്യം കറക്റ്റാണോ എന്നല്ലെങ്കിൽ ചോദിക്കാൻ, മിവയുടെ ഈ ഒരു ഹെയർ സ്റ്റൈല്, ഈ ഡ്രസ്സിങ്, ഇതിലൊക്കെ കുറേ അധികം ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. നമ്മൾ രാഷ്ട്രീയക്കാരെന്ന് പറയുമ്പോൾ കണ്ട് ശീലിച്ചിട്ടുള്ള രീതികളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് മിവയുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ആണെങ്കിലും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യൂത്തിനെ ആകർഷിക്കാൻ അല്ലെങ്കിൽ ഈ പുതിയ തലമുറയെ ആകർഷിക്കാൻ ഈ ഒരു വസ്ത്രധാരണം സഹായിച്ചു എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ആകർഷിക്കാൻ വേണ്ടി ഇടുന്നതല്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയ ഒരു ഡ്രസ്സ്. അതുപോലെ ഹെയർ സ്റ്റൈല് ആയാലും എപ്പോഴൊക്കെയോ തോന്നി ഹെയർ കട്ട് ചെയ്യണം, മുടി അങ്ങനെ കട്ട് ചെയ്തതാണ്. പിന്നെ അതങ്ങൊരു ശീലമായി, പിന്നെ അത് കംഫർട്ടബിളായി, പിന്നെ മുടി വളർത്താനും തോന്നിയില്ല. ഈ ഡ്രസ്സിങ്ങും തികച്ചും കംഫർട്ടബിളാണ്, മറ്റേത് ഡ്രസ്സ് ഇടുന്നതിനേക്കാളും കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്, അങ്ങനെ ഇത് പിന്തുടരുന്നത്. പിന്നെ ആകർഷിക്കപ്പെടുന്നുണ്ടാകാം. അല്ല, നമ്മളിൽ ഒരാളായി കുട്ടികൾക്ക് തോന്നാലോ, ഇപ്പൊ സാരി ഉടുത്ത് നിൽക്കുന്ന ഒരു നേതാവിനേക്കാളൊക്കെ നമ്മളിപ്പോഴത്തെ സ്റ്റൈൽ ഡിഫറൻസ് ഫീൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ട്രെൻഡ്സ് ഫോളോ ശ്രദ്ധ ഉണ്ടാകും. എനിക്ക് എൻ്റെ പരിചയത്തിലുള്ള കുറച്ച് കുട്ടികളുണ്ട് ഇതുപോലെ ഇത് കണ്ടിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സിങ് ഒക്കെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ മുടി ഹെയർ കട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ വന്ന് ചോദിച്ചിട്ട് പിന്നെ അവരെ കാണുമ്പോൾ മുടി ബോബ് ചെയ്തിട്ട് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് എന്ന് തോന്നുമ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അത് പോസിറ്റീവ് ആയിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ മിവേനെ ആദ്യം ഒരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത് ഒരു സമരത്തിൽ ഒരു പോലീസുകാർ മിവയുടെ കോളർ കുത്തിപ്പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫോട്ടോയാണ്. സ്ത്രീ എന്ന പരിഗണന നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ആ ഫോട്ടോയിൽ അവർ പറഞ്ഞത് പെൺകുട്ടിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസുകൾ വരുന്നുണ്ട്. അപ്പം സോഷ്യൽ മീഡിയ അറ്റാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പെൺകുട്ടി ആയതുകൊണ്ട് ഉണ്ടാവാറുണ്ടോ? സോഷ്യൽ മീഡിയ വഴി അങ്ങനെയൊക്കെ ആക്രമണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ പെൺകുട്ടിയാണെന്ന് മനസ്സിലായില്ല എന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു അർത്ഥമില്ല. ആ ഒരു വീഡിയോ ഒരു 3 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് കളമശ്ശേരി സ്റ്റേഷനിൽ ഒരു CI ആയിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം
പിന്നീട് ആ ഒരു വിഷയം കോളറിലൊക്കെ പിടിച്ച് ഒരുപാട് വലിച്ചഴിച്ചൊക്കെ കൊണ്ടുപോയതിന് ശേഷം അത് വിവാദമായപ്പോൾ പെൺകുട്ടിയാണെന്ന് മനസ്സിലായി എന്നുള്ളൊരു ന്യായീകരണം കൊടുത്തപ്പോൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടൊരു ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും അതിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ എടി പൊടി എന്ന് എടുത്തെടുത്താണ് വിളിക്കുന്നത്. അത് മാത്രമല്ല ദൂരെ നിന്ന് ഞങ്ങളെ കണ്ട പോലീസുകാർ വനിതയുണ്ട് വനിത ലേഡി എന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നതും കൃത്യമായിട്ട് ആ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ സമരം തുടങ്ങുമ്പോൾ തന്നെ എടി പൊടി എന്നാണ് ആ പോലീസുകാരൻ വിളിക്കുന്നത്. ആ ഒരു രീതിയിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇടിന്ന് വിളിക്കുന്നെങ്കിൽ അത് സ്ത്രീയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊടുത്ത ന്യായീകരണം അത് ന്യായീകരിക്കാൻ വേണ്ടി കൊടുത്ത ജസ്റ്റ് ഇത് മാത്രമാണ്. പിന്നെ ഇന്റൻഷനലി ഇതുപോലെ ആക്കുന്ന പലരും ഉണ്ട്. ഇപ്പം നമ്മുടെ ഈ ഒരു ഡ്രസ്സിങ് ഒക്കെ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇതിനെ ഈ രീതിയിൽ നേരിടാൻ പറ്റും, ഇതിനെ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ആണാണോ പെണ്ണാണോ എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയുള്ള മോഡേൺ ന്യായീകരണങ്ങളുമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ CPM ഒക്കെ ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സർക്കാരുടെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവന്നത് ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ഇതാണോ പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ആ കുട്ടികൾ വിഷയാകും. ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ഈ ജെൻഡർ ന്യൂട്രൽ വസ്ത്രധാരണമൊക്കെ ഇപ്പം ഭയങ്കര സജീവമാണ്. ഇപ്പം സർക്കാർ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ഇത്തരം കമൻറ്റുകൾ നേരിടേണ്ടി വരുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ. അത് മാനസികമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ബാധിക്കാറുണ്ടോ? അതോ കമൻറ്റ് സെക്ഷൻ ഓഫ് ആക്കിയിടുന്ന സ്വഭാവമാണോ? എന്താണ് നിലപാടെടുക്കുന്നതിൽ? കമൻറ്റ് സെക്ഷൻ ഓഫാക്കിയിടുന്ന ഒരു പ്രവണതയില്ല. കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഇപ്പോൾ നമ്മളിടുന്ന പോസ്റ്റിൽ നമ്മളുടെ നിലപാടിൽ മറ്റുള്ളവർക്ക് നമ്മുടെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പ്രതികരണങ്ങൾ ഉണ്ടാകുമല്ലോ. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മൾ എടുക്കാൻ തയ്യാറാണ്, അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ ഇതുപോലെയുള്ള കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഒരുപാട് ഡിപ്രസ്ഡായി പോയിട്ടുണ്ട്, ഒരുപാട് തളർത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് അത്രയധികം മോശമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് കമൻറ്റുകളൊക്കെ വരാറുള്ളത്. അപ്പോൾ അന്ന് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കമൻറ്റുകൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവായിട്ട് പറയുന്ന കമൻറ്റുകൾ തീർച്ചയായിട്ടും നമ്മളെ തളർത്താനുള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കമൻറ്റുകൾ എടുക്കാറില്ല. പോസിറ്റീവായിട്ടുള്ളത് മാത്രം എടുത്ത് മുമ്പോട്ട് പോവാണ് പതിവ്. പക്ഷെ അത് വിമർശനങ്ങൾ പല രീതിയിലുണ്ട്, അത് രൂക്ഷമാവുന്ന സ്ഥിതിയുമുണ്ട്. അത് എല്ലാവരും ഒരേപോലെ ഉൾക്കൊള്ളണമെന്നും ഇല്ല. ഇപ്പം KSUവിലാണല്ലോ പ്രവർത്തിക്കുന്നത്, വർഷങ്ങളായിട്ട് KSUവിൻ്റെ ഭാഗമാണ്. ഇടപഴകുന്നത് കൂടുതലും കുട്ടികളുമായിട്ടും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് വിദ്യാർത്ഥികളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ട്, അങ്ങനെ തോന്നാറുണ്ടോ? കാലഘട്ടത്തിനനുസരിച്ച് തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കാലഘട്ടത്തിൻ്റെതായ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ വസ്ത്രധാരണ രീതിയായാലും കൾച്ചറിലായാലും വസ്ത്രധാരണം എല്ലാം കാലഘട്ടം അനുസരിച്ച് മാറുന്നതാണല്ലോ. പിന്നെ അതനുസരിച്ച് കൂടുതലായിട്ട് എടുത്ത് പറയാനായിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് വിഷമമുള്ള കാര്യം കാലഘട്ടത്തിനനുസരിച്ച് മാറുമെന്ന് പറഞ്ഞാൽ കുട്ടികൾ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ആരാണ് നിലവിലത്തെ ഇത്രയും പ്രസിദ്ധമായ ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിട്ട് ആ മുഖ്യമന്ത്രിയുടെ പേര് അറിയില്ല. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് ഉൾക്കൊള്ളാനാവാത്തത് കൊണ്ടല്ല, പക്ഷെ ഈ നാട്ടിൽ നടക്കുന്ന പ്രശസ്ത വ്യക്തികൾ അവരുടെ പേര് പോലും അറിയാത്ത ഒരു യുവതലമുറ വളർന്നു വരുന്നുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന എന്ത് തന്നെ ആയാലും അതിനെപ്പറ്റിയൊന്നും യാതൊരു തരത്തിലുള്ള അവയർനെസ്സും ഇല്ലാത്ത ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഇന്നലെ നടന്നു, അല്ലെങ്കിൽ ഇന്ന് ഇതുപോലുള്ളൊരു ദുരന്തം ഉണ്ടായി, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സർക്കാരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ നാട്ടിൽ നേരിടുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഒട്ടും പൊളിറ്റിക്കൽ ആവണ്ട ഒരു സമൂഹജീവിയായിട്ട് മാറാൻ വിദ്യാർത്ഥികൾക്ക് പറ്റുന്നില്ല. അവരവരുടേതായിട്ടുള്ളൊരു ലോകത്ത് ഇങ്ങനെ ഒതുങ്ങി മുമ്പോട്ട് പോകുന്ന ഒരു കാഴ്ച, അത് വളരെ വേദനിപ്പിക്കുന്നതാണ്. അപ്പം അത്തരം വിദ്യാർത്ഥികൾക്കിടയിലേക്ക് ഇറങ്ങി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ആശയത്തെ പ്രചരിപ്പിക്കുമ്പോൾ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നില്ലേ? അവരെ എങ്ങനെയാണ് ഒരു KSU അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, ഇപ്പം KSUവിന് പ്രതികരിച്ചിരിക്കുന്നത് കൊണ്ട് KSU എന്ന സംഘടനയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഒരു ക്യാമ്പസിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ഒരു വിദ്യാർത്ഥി, ഫസ്റ്റ് ഇയറിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളിൽ 90% വിദ്യാർത്ഥികളും നോൺ പൊളിറ്റിക്കൽ ആയിരിക്കും. പൊളിറ്റിക്കലായിട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ കുറച്ച് തന്നെ ആയിരിക്കുള്ളൂ. അത് ഒരു പക്ഷേ കുടുംബ സാഹചര്യങ്ങളിൽ നിന്നും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ പൊളിറ്റിക്കലായിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാവും.
പക്ഷെ ബാക്കിയുള്ളവർ ഏത് രീതിയിലേക്ക് അല്ലെങ്കിൽ ഏത് സംഘടനയിലേക്ക് തിരിയണമെന്ന് അവർ വരുന്ന കാലയളവിൽ അവരെ സമീപിക്കുന്ന രീതി, അവർക്ക് കൊടുക്കുന്ന നമ്മുടെ പെരുമാറ്റം, അതുപോലെ അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസ് തന്നെയാണ് അവരിലേക്ക് SFIയിലേക്ക് പോകണോ KSU തിരഞ്ഞെടുക്കണമോ എന്ന് ഒരു വിദ്യാർത്ഥി സെലക്ട് ചെയ്യുന്നതാണ്. ആരും ഇപ്പൊ KSUവിനെ സംബന്ധിച്ച് നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമില്ല. ഒരു വിദ്യാർത്ഥിയെ നീ KSUക്കാരി ആവണം അല്ലെങ്കിൽ KSUവിൽ പ്രവർത്തിക്കണമെന്ന് ഭീഷണിയുടെ സ്വരം മുഴക്കിക്കൊണ്ട് സംഘടനയായിട്ട് സ്വാഗതം ചെയ്യാറില്ല. ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളിൽ മാക്സിമം അഡ്രസ്സ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് KSU എല്ലാ ക്യാമ്പസുകളും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും നികത്തി മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ പാകത്തിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ, ആ ക്യാമ്പസിൽ ഒരു കുറവുകൾ ഉണ്ടായാൽ ആ കുറവിന് വേണ്ടി ആദ്യം സംസാരിക്കുന്ന സംഘടന ഏതാണ് എന്നാണ് ഏതൊരു വിദ്യാർത്ഥിയും ചിന്തിക്കുള്ളൂ. അങ്ങനെ അവരിൽ ഒന്നാമതാവുക എന്നുള്ളതാണ് KSUവിൻ്റെ ലക്ഷ്യം. ഇനി മറ്റ് സംഘടനകൾ തിരിഞ്ഞു നോക്കാത്ത അല്ലെങ്കിൽ യൂണിയൻ ഭരിക്കുന്ന സംഘടന പോലും തിരിഞ്ഞു നോക്കാത്ത വിഷയങ്ങളിൽ ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ ശബ്ദമാവുക എന്നുള്ള അൾട്ടിമേറ്റ് ലക്ഷ്യം തന്നെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് KSU മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ റിസൾട്ട് KSUവിന് ഓരോ ക്യാമ്പസിലും വിദ്യാർത്ഥികൾ നെഞ്ചോട് ചേർത്ത് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കോവിഡിന് മുൻപും ശേഷവും ക്യാമ്പസുകളിൽ വന്നിട്ടുള്ള വ്യത്യാസം അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് തോന്നിയിട്ടുണ്ടോ? കോവിഡിന് മുൻപും ശേഷവും എന്ന് പറയുമ്പോൾ കുട്ടികൾ ഒരുപാട് ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ ഡിജിറ്റലി ഒരുപാട് കണക്റ്റഡായി. ക്ലാസ് മുറികൾക്കുള്ളിൽ എന്നതിനപ്പുറം എക്സ്ട്രാ അവരുടെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ എല്ലാം വർദ്ധിച്ചു വരുന്ന, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഒളിച്ചിരുന്ന ഒരുപാട് കഴിവുകളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികൾ തന്നെ സ്വയം ചിന്തിക്കാൻ, ഒരു ക്യാമ്പസിൻ്റെ ചുവരുകൾ അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് മാത്രം വിരിഞ്ഞു വരുന്ന അവരുടെ കഴിവുകളിലേക്കാളപ്പുറം ഒരുപാട് ചിന്തകൾക്ക് വികസനങ്ങളുണ്ടായി. അവരുടെ ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വിദ്യാർത്ഥികളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കോവിഡ് കാലഘട്ടം സഹായിച്ചു എന്ന് വേണം പറയാൻ. പിന്നെ നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളും വിദ്യാർത്ഥികളിൽ ഉണ്ട്. അതിലൊന്നാണ് അമിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം. അതിന് ഈ കോവിഡ് കാലഘട്ടം ഒരുപാട് അതിന് വഴിവെച്ചു എന്ന് വേണം പറയാൻ. ഇതുപോലെയുള്ള ലഹരിക്കും ഒക്കെ ആയിട്ട് വിദ്യാർത്ഥികൾ വീട്ടിൽ ഇരിക്കുന്ന, നാട്ടിലായി ഒതുങ്ങി കഴിയുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഇതുപോലെ ഒരു ലഹരിയിലേക്ക് കടന്നുപോയി ആ വഴിയിൽ ഒരുപാട് ചിന്തിക്കാൻ ഒരു വിഭാഗം ആളുകൾ ആ രീതിയിലേക്ക് വഴിതെറ്റിപ്പോയി. അതിനുള്ള സാഹചര്യവും ഈ കോവിഡ് കാലഘട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ലഹരി ഉപയോഗം വിദ്യാർത്ഥികളിൽ വർദ്ധിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം ഇത്തരം വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി ഒരു സംഘടന എന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? കാരണം ഇതിപ്പം നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാം നമ്മൾ ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തകർ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്താം എന്നുള്ളത്. പക്ഷെ ഈ പ്രവർത്തകരായിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ സ്വാധീനം അവരിൽ വല്ലാതെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഹോസ്റ്റൽ റൂമിലേക്ക് എന്നാൽ ചിലപ്പം രാഷ്ട്രീയം ഉണ്ടാവണമെന്നില്ല. ഇത്തരം വസ്തുക്കൾ വരുമ്പോൾ അവരെല്ലാം ഒരു ഗ്രൂപ്പായിരിക്കും, പിന്നീട് രാഷ്ട്രീയ കാര്യങ്ങളിൽ വരുമ്പോൾ രണ്ട് ചേരിയിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളിൽ ഒരു ബോധവൽക്കരണം ഉണ്ടാകാൻ വേണ്ടി പാർട്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൃത്യമായി ഇടപെടാറുണ്ടോ? തീർച്ചയായും KSUവിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള വിദ്യാർത്ഥികളിൽ ഒരു ക്യാൻസറായിട്ട് ബാധിച്ചിരിക്കുന്ന, യുവാക്കളിൽ ബാധിച്ചിരിക്കുന്ന രാസലഹരിയുടെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപയോഗം, അതിൻ്റെ ഒരു കടന്നുകയറ്റം, അതിന് എതിരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ KSUവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന് പറയുന്ന യാത്ര കേരളത്തിലുടനീളം KSU നടത്തി. അതിൽ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് വരെയുള്ള മുഴുവൻ ജില്ലകളിലെയും മുഖ്യധാരയിലുള്ള ക്യാമ്പസുകളിൽ കടന്നു ചെന്നുകൊണ്ട് ഒരു സംസ്ഥാന കമ്മിറ്റി നേരിട്ട് കടന്നു ചെന്നുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്ത് ഓരോ വിദ്യാർത്ഥികളിലേക്കും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ആദ്യഘട്ടത്തിലേക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അതിൽ ആ ഒരു പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ഏവർ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ഒരു നമ്മുടെ യുവതലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഇത്തരം ഒരു വിപത്ത്, രാസലഹരിയുടെ ഉപയോഗത്തിനെതിരെ അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ വേണ്ടി
സംസ്ഥാന സർക്കാർ എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നോ അതിൻ്റെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ, അവരോടൊപ്പം പ്രവർത്തിക്കാൻ KSU തയ്യാറാണ് എന്നുള്ളൊരു നമ്മുടെ അഭിപ്രായം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം ഒരു സംഘടന വെറുതെ ചെന്ന് പറയുമ്പോഴോ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന നേതാവ് ചെന്ന് പറയുമ്പോഴോ നിർത്തുന്നതല്ല. അല്ലെങ്കിൽ അടിമപ്പെട്ടു പോയ ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുള്ള ഒരു വിദ്യാർത്ഥി അതിൽ നിന്നും മോചനം നേടിയെടുക്കാൻ ഏതെങ്കിലും ഒരാൾ വെറുതെ ചെന്ന് പറയുന്നത് കൊണ്ടായില്ല. അതുമാത്രമല്ല, ബോധവൽക്കരണം ഒന്നുകൊണ്ട് മാത്രം അതിനെ നമുക്ക് ചെറുത്തോൽപ്പിക്കാനാവില്ല. അപ്പോൾ അതിനൊരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. അതിന് രാഷ്ട്രീയ ഭേദമന്യേ ഇത് ഉപയോഗിക്കുന്നത് ഏത് പാർട്ടിയിൽപ്പെടുന്ന ആളാണെങ്കിലും, KSUക്കാരനാണെങ്കിലും SFIക്കാരനാണെങ്കിലും, അത് ഒറ്റ മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന വെച്ചുകൊണ്ട് ആ ഒരു ലഹരിയുടെ അടിമത്തത്തിൽ നിന്ന് അവനെ മോചിപ്പിച്ചെടുക്കുക, അത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമായി കാണുക എന്നുള്ളൊരു ഇതാണ്. അത് നമുക്ക് എല്ലാവർക്കും നമ്മുടെയൊക്കെ മനസ്സിൽ, മാതാപിതാക്കളുടെ ഒക്കെ വലിയൊരു പേടി സ്വപ്നമായിരിക്കും. അപ്പോൾ അതിന് മുൻകൈ എടുക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ എന്നുള്ളൊരു വലിയ അവബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു ചിന്തയിലേക്ക് നമ്മൾ വന്നത്. അതുപോലെ നമ്മൾ കാണുന്ന ഒന്നാണ് ക്യാമ്പസിനുള്ളിലെ റാഗിങ് രീതി. അപ്പം റാഗിങ് പാടില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും കൂടെ വരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ, പഠിക്കാനെത്തുന്ന കുട്ടികളെ അത്തരത്തിൽ ആക്രമിക്കരുത്, അവരോട് റാഗിങ് ചെയ്യരുത് എന്ന് പറയുമ്പോഴും ഇപ്പോഴും നമ്മുടെ വിദ്യാർത്ഥികൾ അതൊരു ഹരമായി കണ്ടുകൊണ്ട് റാഗിങ് നടത്തുന്ന ഒരു രീതിയുണ്ട്. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു കോളേജിൽ, ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വരുമ്പോൾ എങ്ങനെയാണ് നമുക്കതിനെ കൈകാര്യം ചെയ്യാൻ പറ്റുക ക്രിയാത്മകമായ രീതിയിൽ? ഒരു ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥിയെ എന്തുമാത്രം സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഓരോ സംഘടനയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനാണ് വിദ്യാർത്ഥി സംഘടനകൾ. വിദ്യാർത്ഥികളെ മോശമായി ചിത്രീകരിക്കാനാണെങ്കിൽ, നമ്മെ കാണിച്ച് പേടിപ്പിക്കാനാണെങ്കിൽ ഒരു സംഘടനയുടെ ആവശ്യമില്ല. ഒരു കൂട്ടം സീനിയേഴ്സ് ആണ് എന്നുള്ളൊരു ധാരണ മാത്രം നമ്മുടെ ഉള്ളിൽ മതി. ഈ റാഗിങ് എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ അതിന് പോസിറ്റീവ് സൈഡ് ഉണ്ട്. അതിന് റാഗിങ് എന്ന് പറയണ്ട, ഒരു പരിചയപ്പെടൽ, അത് തന്നെയാണ് ഈ ഒരു റാഗിങ് എന്നുള്ളൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റാഗിങ് ആയപ്പോൾ എന്തു പറ്റി? ഈ കടന്നു വരുന്ന ജൂനിയർ വിദ്യാർത്ഥികളെ ഞങ്ങളെ അങ്ങ് പരിചയപ്പെടുത്തി കൊടുക്കാം, അതായത് ഞങ്ങൾ സീനിയേഴ്സ് ആണ് എന്നുള്ളൊരു ധാരണയെ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. അത്തരത്തിൽ ഒരു പ്രവണത കേരള വിദ്യാർത്ഥി യൂണിയൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനിയിപ്പോൾ അതാര് ചെയ്താലും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. ഈ SFI പോലുള്ള സംഘടനയ്ക്ക് ഇപ്പോഴും ഒരു നേരം വെളുത്തിട്ടില്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന വിദ്യാർത്ഥികളെ റാഗിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, പഴഞ്ചൻ കൺസെപ്റ്റ് ഇപ്പോഴും മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടന SFI തന്നെയാണ്. അതിനൊരു നേർസാക്ഷ്യമാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ, ജൂനിയർ ആയിട്ടുള്ളൊരു വിദ്യാർത്ഥിയെ നഗ്നനാക്കി കിടത്തിയിട്ട്, ആ നഗ്നനാക്കി കിടത്തി അവൻ്റെ ദേഹമാസകലം ബ്ലേഡ് കൊണ്ട് വരഞ്ഞ്, ദേഹത്തിൽ ഒരു ഭാഗം പോലും ബാക്കി വെക്കാതെ ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് ആ മുറിവിലേക്ക് ടോയ്ലറ്റ് കഴുകുന്ന ലോഷൻ ആ മുറിവിലെ അസകലം ഒഴിച്ച് അവൻ സഹിക്കാനാവാത്ത വേദന മൂലം കരയാൻ ഇങ്ങനെ വെമ്പുമ്പോൾ അവൻ്റെ കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തുണി അവൻ്റെ വായിൽ തിരികെ വെച്ചിട്ട്, ഏതൊരു മനുഷ്യനായാലും അത്രമാത്രം അസഹനീയമായിട്ടുള്ള വേദന വരുമ്പോൾ കരഞ്ഞു പോകും. അവൻ്റെ ഡമ്പൽ ഉപയോഗിച്ച് അവൻ്റെ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ പ്രഷർ കൊടുത്ത് ആ കരയാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവൻ്റെ കരച്ചിൽ പോലും തടയിടാൻ ശ്രമിച്ചുകൊണ്ട് അവനിങ്ങനെ വീർപ്പ് മുട്ടുമ്പോൾ അവൻ്റെ ആ വീർപ്പ് മുട്ടുന്ന ആ ഒരു വേദന ചുറ്റുമിരുന്ന് ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങൾ, ആ മനുഷ്യമൃഗങ്ങളുടെ കൂട്ടം ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് അവകാശപ്പെടുന്ന SFI ആകുമ്പോൾ, അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് SFI മുമ്പോട്ട് പോകുമ്പോൾ ഈ SFI എന്ന് പറയുന്ന സംഘടനയ്ക്ക് എങ്ങനെ ഒരു ക്യാമ്പസിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. ഇവര് ഒരുപക്ഷെ ലഹരിക്കടിമകളായിരിക്കാം, ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉന്മാദത്തിൽ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ ലഹരിയുടെ ഉപയോഗത്തിന് പോലും നേതൃത്വം കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ, അതും റാഗി ചെയ്യുന്നത് സീനിയേഴ്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ഇതുപോലെയുള്ള റാഗിങ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപ്പോഴാണ് KSUവും SFIയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അവിടെയാണ് നമ്മൾ SFIയോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്.
അവിടെയാണ് SFIയോട് നമ്മൾക്ക് എതിർപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ പറയുന്ന റാഗിങ്ങുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല ക്യാമ്പസുകളിലും ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് SFI എന്ന് പറയുന്ന സംഘടനയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. KSU അതിന് നേതൃത്വം കൊടുക്കുന്നില്ല. ഇനി അങ്ങനെയുള്ള സംഭവങ്ങളും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിനെ പ്രോത്സാഹിപ്പിക്കുകയുമില്ല. കാരണം അതൊരു ക്യാമ്പസിൽ നടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. കാരണം പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികളെ കൊന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ച് അവനെ നിശബ്ദനാക്കി കടത്താനാണെങ്കിൽ അവനെ മാതാപിതാക്കൾ പഠിക്കാൻ അയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ സ്ത്രീകൾ രാഷ്ട്രീയത്തിലേക്ക് അധികമായി എത്തേണ്ടതിൻ്റെ ഒരു ആവശ്യമില്ല. കാരണം കാലഘട്ടം ഇത്രയും പുരോഗമിക്കുമ്പോഴും നമ്മളിപ്പോൾ കാണുന്നതോ അറിയുന്നതോ മത്സര രംഗത്തേക്കായിക്കോട്ടെ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയുടെ തലപ്പത്തേക്കും സ്ത്രീകൾ എത്തുന്നത് വളരെ വിരളമാണ്. ശരിക്കും കഴിവില്ലാത്തത് കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്നതാണോ എന്ന് നമ്മൾ തന്നെ ചോദിക്കാറുണ്ടല്ലോ. ഇപ്പം നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്താണെങ്കിലും ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ട് സ്ത്രീകൾ രംഗത്തേക്ക് എത്തുന്നില്ല എന്ന് പറയുന്നത്. അപ്പം അത്തരത്തിൽ സ്ത്രീകളുടെ കടന്നുവരവ് ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നല്ലേ? തീർച്ചയായും സ്ത്രീകൾ ഒരുപാട് എല്ലാ കാര്യങ്ങളിലും കഴിവ് തെളിയിച്ച് മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീ ശാക്തീകരണം അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാലഘട്ടത്തിലായിരിക്കുന്ന സമയത്ത് രാഷ്ട്രീയത്തിലാണെങ്കിലും പൊതുപ്രവർത്തന രംഗത്തായാലും സ്ത്രീകളുടെ പ്രാതിനിധ്യം അത് ഉറപ്പുവരുത്തേണ്ടത് ഓരോ സംഘടനയിൽപ്പെടുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യം വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നിരുന്നാലും മതിയായ തരത്തിൽ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നേതൃത്വം മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇതുവരെ ആയിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം സ്ത്രീകൾ ഇപ്പോഴും ആ ഒരു അനുഭാവം ഉള്ളിൽ വെച്ചുകൊണ്ട് പുറത്ത് അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്കൊക്കെ വരാതെ അല്ലെങ്കിൽ ഒരു നിയമസഭ കോൺസ്റ്റിറ്റ്യുവൻസി പ്രതിനിധീകരിക്കാൻ കഴിവുള്ള കാലിബറുള്ള ഒട്ടനവധി സ്ത്രീകളുണ്ട്. അവരൊക്കെ പുറത്തേക്ക് വരാൻ പല കാര്യങ്ങളും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുണ്ടാകാം. അപ്പോൾ അത്തരത്തിൽ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ ഒരു ജെൻഡർ അതിനൊരു മാനദണ്ഡമാകാൻ പാടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു നമ്മുടെ കൂടപ്പിറപ്പായിട്ട് നമ്മുടെ അയൽവാസിയെ കാണാൻ സാധിച്ചാൽ അവനൊരു നല്ല പൊതുപ്രവർത്തകനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിലും അതിനെ ഒന്ന് പരിഗണിക്കാൻ സാധിച്ചാൽ മതി. അപ്പം തന്നെ ഒരു നല്ലൊരു പൊളിറ്റീഷ്യനായി, ഒരു നല്ല പൊതുപ്രവർത്തകനായി. അതിൽ ജെൻഡർ നോക്കാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ സ്ത്രീ പ്രാതിനിധ്യം ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഈ രംഗത്തും ഉണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടൊക്കെ സ്ത്രീകളുടെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളുടെ കഴിവുകളെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഓരോ സംഘടനകളും നേതൃത്വം കൊടുക്കണം. സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷ വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾക്കൊക്കെ വ്യക്തമായ ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പറയുന്നത് സ്ത്രീ സുരക്ഷയെ സംരക്ഷിക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം നൽകും എന്ന് പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മുടെ സ്ത്രീകൾ ഇന്നത്തെ സമൂഹത്തിൽ സുരക്ഷിതരാണ് എന്ന് തോന്നാറുണ്ടോ? ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഓരോ സംഘടനകളും മത്സരിച്ച് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ സുരക്ഷിതയാണോ എന്നുള്ളൊരു ചോദ്യത്തിന് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവശേഷിക്കുകയാണ്. കാരണം പൂർണ്ണമായിട്ടും സ്ത്രീ സുരക്ഷിതയാണ് എന്ന് നമുക്കിവിടെ പറയാനായിട്ടില്ല. കാരണം സ്ത്രീ സുരക്ഷിതയല്ല. പല സാഹചര്യങ്ങൾ കൊണ്ടും, ഇപ്പോൾ ഗാർഹിക പീഡനങ്ങൾ കൊണ്ടായാലും ഒരുപാട് സ്ത്രീധനം എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇതുവരെ ഈ ഒരു സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. എത്രയോ പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യപ്പെട്ടത് ഗാർഹിക പീഡനങ്ങൾ കൊണ്ട്. ഈ ഗാർഹിക പീഡനങ്ങൾ കൊണ്ട് ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു 4-5 വർഷം എടുത്തോട്ടെ, ഈ 5 വർഷത്തിനിടയിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട സ്ത്രീകളുടെ ഒരു കണക്കെടുത്താൽ ഈ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരായിട്ടുള്ള പ്രതികളായിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാരുണ്ടല്ലോ, അവരൊക്കെ ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് ചിന്തിച്ചാൽ ആരും അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യപ്പെട്ട ശിക്ഷിക്കപ്പെട്ട ആളുകൾ പ്രതികളായിട്ടുള്ളവർക്ക് പരോൾ അനുവദിക്കുക, അവരെ വെറുതെ വിടുക, കുറ്റവിമുക്തമാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു
കൃത്യമായിട്ടുള്ള നിയമം അതിനുവേണ്ടി ഈ ഇരയാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ള ഒരു വലിയ വസ്തുത ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ശിക്ഷ കിട്ടുമെന്നുള്ളൊരു ഭയം ഇവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല, നിയമവ്യവസ്ഥയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഈ സ്ത്രീ സുരക്ഷിത ഇതുപോലുള്ള ഗാർഹിക പീഡനങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇതുപോലെ ആത്മഹത്യ ചെയ്യപ്പെട്ടാൽ എനിക്ക് നീതി കിട്ടുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പകരം എൻ്റെ ജീവൻ എടുക്കാൻ കാരണക്കാരായവർക്ക് നീതി കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇരയേക്കാൾ വേട്ടക്കാരന് പ്രാധാന്യമുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ എത്രയോ പേരാണ് പീഡിപ്പിക്കപ്പെടുന്നത്, ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ശിക്ഷാ നടപടികൾ പോലും കൊടുക്കാൻ സാധിക്കാതെ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അവർക്ക് അവരുടെ തുടർന്നുള്ള അതിനുള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് സമൂഹത്തിന് വ്യക്തമാക്കപ്പെടുന്നില്ല. ഈ സ്ത്രീധനം എന്നുള്ളൊരു കൺസെപ്റ്റിന് തന്നെ ഇപ്പോഴും തടയിടാനായിട്ട് സാധിക്കുന്നില്ല. അതിന് ശക്തമായിട്ടുള്ളൊരു നിയമം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരുപാട്. പിന്നെ സംഘടനകൾ മത്സരിച്ച് പല കാര്യങ്ങളും സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ബഹുമാനപ്പെട്ട VD സതീശൻ സാർ മകൾക്കൊപ്പം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നു. ഒരുപാട് ഫലപ്രദമായിട്ട് തന്നെ ആ ക്യാമ്പയിൻ മുമ്പോട്ട് പോയി. ഒരുപാട് പേര് ഇപ്പോൾ KSUക്കാരായിട്ടുള്ള പെൺകുട്ടികളായിട്ടുള്ള ഞങ്ങൾക്ക് പോലും കോളുകൾ വന്നിട്ടുണ്ട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ഒരു പരിധി വരെ ആത്മഹത്യയുടെ വക്കീലിൽ എത്തി നിൽക്കുന്ന ആളുകൾ പോലും വിളിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവരൊക്കെ പറയുന്നതൊക്കെ അവരുടെ വിഷമങ്ങൾ ഇങ്ങനെ ഫോണിലൂടെ കേൾക്കുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഒരു തരത്തിൽ ആശ്വാസമുണ്ട്. കാരണം അവരുടെ വിഷമങ്ങൾ വേറൊരാളോട് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ എൻ്റെ സംഘടനയ്ക്ക് സാധിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അതിലൊരുപാട് അഭിമാനമുണ്ട്. ഒരുപാട് അതുപോലത്തെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സംഘടന അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തു എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനമുണ്ട്. അത് ഫോളോ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ, അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരിക്കലും ആ ഒരു ഇനീഷ്യേറ്റീവിന് തടസ്സം വെക്കാതെ ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ അത് കാരണമാകുന്നത് കൊണ്ട് തന്നെ അതുപോലെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ട് പോകണം. അതുപോലെ തന്നെ ഭരണകൂടം, സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ വനിതാ മതിലൊക്കെ കെട്ടി ഈ സ്ത്രീകളെ സുരക്ഷിതയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് അധികാരത്തിൽ വന്നൊരു ഭരണകൂടമാണ് നമുക്കുള്ളത്. എന്നിട്ട് ഈ നമ്മുടെ പാവപ്പെട്ട വീട്ടമ്മമാരൊക്കെ കിറ്റൊക്കെ കൊടുത്ത് തുടർ ഭരണമൊക്കെ ലഭിച്ച് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണാധികാരി മുഖ്യമന്ത്രിയായിട്ട് തുടരുമ്പോൾ ഈ കൊറോണ പോലുള്ള കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയൊക്കെ നമ്മൾ അതിജീവിച്ച സമയത്ത് നമ്മളെ ഒരുപാട് ചേർത്തു പിടിച്ച ഈ സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചുകൊണ്ട് സ്വന്തം കുടുംബം ഒന്നും നോക്കാതെ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ഓടിയെത്തിയ ഓരോ കാര്യങ്ങൾ നമുക്ക് പോലും കൊറോണ സമയത്ത് തിരിഞ്ഞു നോക്കാൻ ഒന്ന് കയറി ചെല്ലാൻ പറ്റാതിരുന്ന നമ്മുടെ ബന്ധുവീടുകളിലേക്കൊക്കെ ഓടി സ്വന്തം കാര്യങ്ങൾ പോലും മറന്നുകൊണ്ട് ഓടിയെത്തിയ ഒരു വിഭാഗം ആളുകളുണ്ട്, നമ്മുടെയൊക്കെ ആശാ വർക്കർമാരെന്ന് പറയുന്നത്. ആ ആശാ വർക്കർമാർക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ എന്നുള്ള അപ്പുറമായിട്ട് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരിനെ നമ്മൾ കണ്ടു. ആ രാപ്പകൽ സമരം എന്ന് പറയുന്ന ബാനർ കെട്ടിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരത്തിനിരുന്നിട്ട് ആ സമരം ഒന്ന് അവസാനിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. ഒരു സമരം തുടങ്ങിയാൽ അവർക്ക് ആ സമരം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ആരോപിക്കപ്പെട്ട ആ ഭരണകൂടം ഒന്ന് ഇടപെടലെങ്കിലും നടത്തണം. അവർക്കൊരു ആശ്വാസവാക്കായിട്ട് പോലും എത്തുക എന്നുള്ളതൊരു നീതിയാണ്. അതിനു പകരം ഈ മന്ത്രിസഭയിലെ വനിതകളായിട്ടുള്ള മന്ത്രിമാർ പോലും വന്നുകൊണ്ട് ആ ആശാ വർക്കർമാരെ ഇത്രയും താങ്ങും തണലുമായ ഒരു ഡോക്ടറെന്നോ നഴ്സെന്നുള്ള ലേബലൊന്നുമില്ലാതെ ഈ സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ആശാ വർക്കർമാരെ പരിഹസിക്കുന്ന തരത്തിലേക്ക്, ആശ്വാസമേകുന്നതിന് പകരം പരിഹസിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരെ അവിടെ ഉണ്ടായി. അവരുടെ മുടി വരെ അവർ മുറിച്ച് പിണറായി വിജയന്റെ കാൽക്കൽ സമർപ്പിച്ചു. ഒരു പെണ്ണ് എന്ന് പറയുന്നതിന്റെ അലങ്കാരമായിട്ടുള്ള മുടി പോലും മുറിച്ച് സമർപ്പിച്ചെങ്കിൽ അവർക്ക് ഈ കേരളം കണ്ട ഏറ്റവും ഗതികെട്ട
മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഈ സ്ത്രീ സുരക്ഷ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ആശാ വർക്കർമാരുടെ നിർത്താൻ സാധിക്കാതിരുന്ന സമരം. അപ്പോൾ ആ ആശാ വർക്കർമാർ മാത്രമല്ല, ഒരുപാട് സ്ത്രീകളുടെ നീണ്ട നിര ആ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരത്തിനായിട്ടിരുന്നു. ഒരു ഭാഗത്ത് ആശാ വർക്കർമാരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ CPO റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള വനിതാ ഉദ്യോഗാർത്ഥികൾ അവിടെ സമരത്തിനിരിക്കേണ്ട ഒരവസ്ഥ ഉണ്ട്. കാലാവധി കഴിഞ്ഞിട്ടും ഇപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് നിയമനം നൽകാനാകാത്തൊരു സ്ഥിതി ഏറ്റവും ഗതികെട്ട അവസ്ഥയിലാണ്. അവർക്കൊന്നും മാസ്ക് ധരിച്ചിട്ടാണ്, നമ്മളൊക്കെ അവിടെ അവരെ കാണാനായിട്ട് ചെല്ലുമ്പോൾ മാസ്ക് ധരിച്ചിട്ടാണ് പല ഉദ്യോഗാർത്ഥികളും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാസ്ക് ഇട്ടതെന്ന് ചോദിച്ചാൽ, ഇനി ഇതിൻ്റെ പേരിൽ ഞങ്ങൾ സമരം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഇത് നിഷേധിക്കപ്പെടും എന്നുള്ളൊരു ഭയം കൊണ്ടാണ് അവരതുപോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞത്. കുറച്ച് അപ്പുറക്ക് മാറിക്കഴിഞ്ഞാൽ HMS എന്ന് പറയുന്ന ഈ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീകളുടെ ഒരു സംഘടനയാണ്. ആ ഉച്ചക്കഞ്ഞി ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഇത്രയും നാളുകളായിട്ട് പെൻഡിങ് ആയിരിക്കുന്നതുകൊണ്ട് 70-80 വയസ്സ് വരെ പ്രായമുള്ള അമ്മമാർ അവിടെ സമരം ചെയ്യുകയാണ്. രാപ്പകലില്ലാതെ സമരം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. അപ്പോൾ ആ സെക്രട്ടേറിയറ്റിൻ്റെ ആ ഒരറ്റം മുതൽ ഈ അറ്റം വരെ ഇരുന്ന് അത്രയും പോകുന്ന സ്ത്രീകളുടെ ആ ഒരു സമര നീണ്ട നിര, അത് തന്നെ പിണറായി വിജയൻ്റെ മുഖത്തേറ്റടിയാണ്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതുപോലെയുള്ള പല മുഖങ്ങളാണ്. സുരക്ഷ എന്ന് പറയുമ്പോൾ പല രീതിയിലുണ്ട്. ഇപ്പോൾ മിവ പറഞ്ഞല്ലോ, ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി ഇപ്പോൾ KSU എന്നൊരു സംഘടനയിൽ നിങ്ങൾക്ക് വരെ കുറേയധികം ഫോൺ കോളുകൾ വന്നു, തങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ വിദ്യാർത്ഥികളുമായി തന്നെയാണ് കൂടുതൽ ഇടപഴകുന്നത്. അപ്പം വിദ്യാർത്ഥികൾ അവർ പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ അവരുടെ ഒരു പ്രശ്നം, ഒരു പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടിയായിട്ട് അവർ പങ്കുവയ്ക്കുന്ന അവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ അറിഞ്ഞത് ഈ സ്വന്തം ഈ പ്രണയ നൈരാശ്യങ്ങൾ, ഈ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് വഞ്ചിക്കപ്പെട്ട സാഹചര്യങ്ങൾ, അവർക്ക് പറഞ്ഞ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് വിവാഹ വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ട് ചതിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ ജീവൻ വരെ ആകും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ വരെ വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ അവരെ രക്ഷിച്ചൊരു ഫീലാണ് നമുക്കുണ്ടായത്. ഇപ്പോഴും അവരുമായിട്ടുള്ള കോണ്ടാക്ട് നമുക്കുണ്ട്. അപ്പോൾ അതും അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് നമ്മളത് അറിഞ്ഞു. ഇനി അതൊന്നും അറിഞ്ഞില്ല, ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലാത്ത സാഹചര്യങ്ങളിൽ അകപ്പെട്ടു പോകുന്ന പലരും ഇതുപോലെ ആത്മഹത്യക്ക് കീഴടങ്ങുന്നുണ്ട്. എത്രയോ ആളുകളാണ്. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വന്ന ഫോൺ കോളിലൊക്കെ ഞാൻ ഫേസ് ചെയ്തത് ഇതുപോലെ പ്രണയത്തിൽ അകപ്പെട്ടിട്ട് അത് ചതിക്കപ്പെട്ടിട്ടുണ്ടായ വിഷമം കൊണ്ട് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെയാണ്. ഈ ഇത്തരം ഒരു ആത്മഹത്യാ ചിന്തയിലൂടെ പെൺകുട്ടികൾ കടന്നു പോകുന്നുണ്ടല്ലോ, ഒരു കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കയറി വരാൻ സാധിക്കും. അത് നമ്മളിവരെ കേട്ടത് കൊണ്ട് മാത്രം ഒരു കാര്യം ഉണ്ടാവില്ലല്ലോ, അവർക്കൊരു സൊല്യൂഷൻ ആവശ്യം ഉണ്ടാകും. അപ്പം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് അവർക്ക് വേണ്ടി എടുക്കുക? ഒരു തെറാപ്പിക്ക് സജസ്റ്റ് ചെയ്യുകയാണോ, അതോ ഒപ്പമുണ്ട് എന്നൊരു ഉറപ്പ് നൽകുകയാണോ? എന്താണ് സംഘടന നൽകുക? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവരെ കേൾക്കുക എന്നുള്ളത് ഒരു ഇതായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അവരെ കേൾക്കാൻ ഒരാളില്ലാത്തത് തന്നെയാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം. ജഡ്ജ്മെന്റൽ ആവാതെ കേൾക്കുക. അതെ. അവർക്ക് മേലെ അവർ സംസാരിക്കാതെ അവരെ കേട്ടിരിക്കാൻ ഉള്ള ഒരാൾ എന്നുള്ളതിൽ അതായിട്ടാണ് നമ്മളൊക്കെ നിന്നത്. അങ്ങനെ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് വേറൊരു കൗൺസിലിങ്ങിന് വിധേയമാക്കി. കുറച്ച് പേരൊക്കെ കൗൺസിലിങ്ങിന് വിധേയമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അടുത്ത സ്റ്റേജിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. പലർക്കും 1-2 കേസൊക്കെ ഉള്ളൂ. അങ്ങനെ അടുത്ത സ്റ്റേജിൽ ഒരു കൗൺസിലിങ്ങിന് പോലും പോകേണ്ടി വന്നിട്ടില്ല. കാരണം ഇവരുടെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം, അവർക്ക് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ളിൽ ഒതുക്കിയിട്ട് മരണത്തിലേക്ക് വരെ ചിന്തിക്കുക, ഒരു വിഡ്ഢിത്തരം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണത്. അപ്പോൾ അവരെ കേട്ട് അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് ഫ്രണ്ട്സിനെ പോലെ സംസാരിച്ച് കഴിയുമ്പോൾ ഇനി അടുത്ത ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചിട്ട് ഇന്നെ പോലെ സംസാരിക്കും. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ കീപ്പാവുന്നുണ്ട്. അപ്പോൾ പിന്നെ അവർ കുറച്ച് നാളുകൾ ഇങ്ങനെ പോകുന്തോറും അവർ ഇമ്പ്രൂവ് ആയി വരുന്നതാണ് നമുക്ക് ഫീൽ ആയത്.
പിന്നെ അവർ ഓക്കെ ആകുന്നു, പിന്നെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് ഒരു കൗൺസിലിങ്ങിനോ കാര്യങ്ങളായിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റിനോ കാര്യങ്ങൾക്കൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് അവരോടൊന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നം സോൾവ് ആകുന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ഈ പാരന്റിങ്ങിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ കുട്ടികൾക്ക് തങ്ങളെ കേൾക്കാൻ ഒരാളില്ല എന്ന തോന്നലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്ന് തോന്നില്ലേ? തീർച്ചയായിട്ടും അതിപ്പോൾ ഇപ്പോൾ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ പാരൻസിന് സമയമില്ലാത്ത പ്രശ്നങ്ങളുണ്ട്. അവർ ജോലി തിരക്ക് കാരണം ട്യൂഷൻ LKG മുതൽ ട്യൂഷന് വിടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ നിലവിലുണ്ട്. സ്വന്തമായി കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കാതെ അവരോട് സംസാരിക്കാൻ സമയമില്ലാത്ത ഒരു സാഹചര്യം. അങ്ങനെ അല്ലാത്ത കുടുംബങ്ങളും ഉണ്ട്, പക്ഷേ കൂടുതലായും ഈ ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പല കാര്യങ്ങളും പാരൻസിനോട് പറയാൻ പറ്റുന്നില്ല. അവർക്ക് അങ്ങനെ പറ്റാതെ വരുമ്പോൾ അവർ ടീച്ചേഴ്സിനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടാകാം, പക്ഷേ ഒരു പരിധി വിട്ട് അവർക്കും അവരോടും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ മിഹിർ എന്ന് പറയുന്നൊരു കുട്ടി, ചെറിയ കുട്ടി 24 നില മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. അവിടെ ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവൻ ഫേസ് ചെയ്തെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ആ കുട്ടി സ്കൂളിൽ നിന്നൊക്കെ ഇത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള, ക്ലോസറ്റിൽ മുഖം വെച്ച് വരച്ചു, അങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും എൻ്റെ സ്കൂളിൽ വെച്ച് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാൽ ഞാൻ ആദ്യം ഓടിയെന്ന് പറയുന്നത് എൻ്റെ അമ്മയോടായിരിക്കും, എൻ്റെ പാരൻസിനോടായിരിക്കും, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയും. ഞാൻ വീട്ടിൽ പോയി ഞാൻ ഫ്രീ ആയിട്ട് ആ കാര്യങ്ങൾ പറയും. ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് ഞാൻ കരയും. അങ്ങനെ കരച്ചിൽ സഹിക്കാൻ പറ്റാതെ ടീച്ചേഴ്സിനോട് ഞാൻ പറയും, മറ്റ് ടീച്ചേഴ്സിനോട് ഞാൻ പറയും. അപ്പം അങ്ങനെ എന്തും തുറന്ന് സംസാരിക്കാനും പറയാനും ഷെയർ ചെയ്യാനുള്ളൊരു സാഹചര്യം എനിക്കൊക്കെ ഉണ്ടായി പണ്ട് ചെറുപ്പത്തിലെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ. അപ്പോൾ അത്തരം ഒരു സാഹചര്യം അവിടെ ആ മിഹിർ എന്ന് പറയുന്ന കുട്ടി ചാടുമ്പോൾ ഈ പറയുന്ന പാരൻസ് അടക്കം ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാരൻസിൻ്റെ ഈ അമ്മയുടെ സാന്നിധ്യത്തിൽ ആ കുട്ടി മുകളിൽ നിന്ന് ചാടുന്നുണ്ടെങ്കിൽ അപ്പം പോലും അവനത് ആ പാരൻ്റ് അവിടെ ഉണ്ടായിട്ട് പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിനുള്ള സാഹചര്യം പാരൻസ് ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കുടുംബങ്ങളിൽ, ഫാമിലിയിൽ ആ കുട്ടികൾക്ക് എന്തും വന്ന് ഷെയർ ചെയ്ത് പറഞ്ഞ് സംസാരിക്കാനുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ഒരുപാട് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ ചെറിയ കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്, വളർന്നു വലുതായി അവൾ ഒരു പ്രണയത്തിലാകുമ്പോൾ എനിക്ക് ഇന്ന ആളുമായിട്ട് പ്രണയത്തിലാണ്, എനിക്കിഷ്ടമാണ് എന്നൊക്കെ പോയി ഓടി ഒരു പ്രശ്നമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകണം. അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്താൽ ഒരു പരിധി വരെ ഇതുപോലത്തെ ബോധവൽക്കരണത്തിൻ്റെ പോലും ആവശ്യം വേണ്ടി വരില്ല. എൻ്റെ പാരൻസിനേക്കാൾ വലിയ മോട്ടിവേറ്റർ ഒന്നും എനിക്കില്ല എന്നുള്ളൊരു തോന്നൽ ആ കുട്ടിക്ക് തന്നെ സ്വയം ഉണ്ടാകും. അപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയും ചെയ്യും.